ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ കെട്ടി ഒരുങ്ങി എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് പോകണമെന്നുണ്ട്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. അപ്പം ഞാനത് കുറച്ച് പേടിച്ച് വിട്ടൊക്കെയാണ് പോയി. ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ആരോഗ്യ പ്രശ്നത്തിൽ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് കാണുമ്പോഴത്തേനും നോക്കണമല്ലോ. നല്ല മുട്ടൻ വെയിലായിരുന്നു കേട്ടോ. ഓട്ടോയിലായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കാറ്റടിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പാലാന ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്തു. നോക്കുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് നോർമലായിട്ടുള്ള സാധനമാണ്, അപ്പോൾ പിന്നെ അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ സന്തോഷം കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ലിപ് ബാമൊക്കെ ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ മുഖത്ത് തെറിച്ച്. അതുവരെയ്ക്ക് എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ. അതാ സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ലുലു മോളിലേക്ക് പോയിട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒരാഗ്രഹം, അവനവിടെ ഗെയിംസ് കളിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴത്തേനും അവർ താഴ്ന്ന് ആ ഗെയിംസിന്റെ സെക്ഷൻ ഷിഫ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ചവിടെ ചില്ല് ചെയ്ത് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഡ്രിങ്കൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഓപ്പൺ ആക്കി കേട്ടോ. ഗെയിംസിന്റെ സെക്ഷൻ ഓപ്പൺ ആക്കി. അവിടെ ചെറിയ ചെറിയ പണികൾ ഓരോ ഗെയിംസിനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോയി സ്വൈപ്പ് ചെയ്തിട്ട് ഓരോന്ന് അവൻ എല്ലാം അത്യാവശ്യം കവർ ചെയ്തു. കുറച്ചൊന്നും അവന് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് മാത്രം അവൻ തൊട്ടില്ല, അവൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഈ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, 5 വയസ്സ് വരെയുള്ള അതിലൊന്നും അവനത് ചെയ്യണത് പോലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മറ്റേ ഇതൊക്കെ ചെയ്തു. ബൈക്കിന്റെ ഇതൊക്കെ അങ്ങനത്തെയൊക്കെ അവൻ ചെയ്തു. ചിലത് 1-2 പ്രാവശ്യം മറ്റേ ടോയ്സ് നമ്മൾ പിക്ക് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് 1-2 പ്രാവശ്യം ട്രൈ ചെയ്തു. ചോക്ലേറ്റ്സ് ഒക്കെ പിക്ക് ചെയ്തപ്പോൾ അവൻ ഫസ്റ്റ് തന്നെ അവന് 4 5 അങ്ങനെയൊക്കെ കിട്ടി. അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ എല്ലാം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അവൻ കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇവിടുന്ന് ലുലു കുറച്ച് ദൂരമാണ്, എന്താ പറയുക, അതിനായിട്ട് മെനക്കെട്ട് പോവുക പറയുമ്പോഴത്തേനും നമ്മൾ നിൽക്കത്തില്ല. നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ എല്ലാം കൂടി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് മോളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കില്ല, ദൂരം കൂടുതലല്ലേ. പിന്നെ നമ്മൾ എങ്ങനെ പോയാലും ഒന്നില്ലെങ്കിൽ ഈവനിങ് പോകണം. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും ആദ്യമൊക്കെയാണെങ്കിലും ഒക്കെ ഇവിടെ കളിക്കല് കാര്യങ്ങൾ ആ ഒരു മൂഡിലായിരിക്കും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോവുക പറയുമ്പോഴും അവനത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഹോസ്പിറ്റലിലേക്കും പോകണം. പാലാൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പിന്നെ അങ്ങനെ ലുലുവിൽ കയറിയതായിരുന്നു കേട്ടോ. ഫുൾ ഇൻട്രസ്റ്റിൽ ഈ കാറിൻ്റെ സെക്ഷനിൽ അവന് കാലെത്തുന്നില്ല. ആക്സിലേറ്റർ കൊടുക്കാൻ അവിടെ നിന്ന് വലിഞ്ഞ് വെച്ചേക്കുവാ അതിൻ്റെ ഉള്ളിലോട്ട്, എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ എപ്പോഴും പറയും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അവൻ്റെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ ആഗ്രഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ചിലപ്പോൾ അത് വേണ്ട എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇല്ല, കാര്യത്തോടെ പറയാം. എന്തെങ്കിലും ഒരു സാധനം അവൻ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അതെന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് അവൻ്റെ അത് പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇതാണെന്നുള്ള സാധനമൊക്കെ ഞാൻ അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇടയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും അതൊന്നും വേണ്ട, അത് ശരിയാവില്ല എന്ന് പറയും. അപ്പോഴത്തേനും ഇവന് ഫസ്റ്റ് പണ്ട് ഇവൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. അത് ഇവൻ മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ അവനായിട്ട് പറയും കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറയാം, അത് നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ പറ്റില്ലെങ്കിലും അത് ചെയ്തു കൊടുക്കണം എന്നാണ് ഇപ്പം അവൻ്റെ ചൊല്ല്. ആ ചൊല്ലും പറഞ്ഞുകൊണ്ടാണ് അവൻ നടക്കുന്നത്. സോ ഈ സാധനം അടിക്കല് അവൻ ഇവിടെ നിന്ന് തന്നെ അച്ഛനും ഞാനും കൂടി ഫൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അച്ഛൻ ജയിച്ചു. അതിൽ കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും അവനത് ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷം അവനുണ്ട്. അപ്പോൾ ഈ അടിയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.